നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 4, 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് പിശാചനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോകുക. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട ആദ്യ വായനയും സുവിശേഷത്തിലൂടെയും നാം കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, ആദ്യ ആദം പരാജയപ്പെട്ടിടത്ത് യേശു വിജയിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക. ആദം പ്രലോഭനത്തിൽ പരാജിതനായി, എന്നാൽ ഈശോ പ്രലോഭനത്തിൻ്റെ മേൽ വിജയം വരിക്കുകയാണ്. ഒന്നാം ആദമായ നമ്മുടെ ആദ്യ മാതാവ് അല്ലെങ്കിൽ ആദ്യ പിതാവ് പരാജയപ്പെട്ട് വഴിമാറുന്നിടത്ത് രണ്ടാം ആദമായ യേശു ക്രിസ്തു പ്രലോഭനത്തിൻ്റെ മുമ്പിൽ വിജയിച്ച് നമുക്ക് കാണിച്ചു തരികയാണ്. നിശ്ചയമായിട്ടും അനുദിന ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രലോഭനങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാണ് നമ്മൾ. എല്ലാ ദിവസവും തന്നെ എന്തെങ്കിലുമൊക്കെ പ്രലോഭനങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. പ്രലോഭനങ്ങളിൽ നിന്ന് ആരെയും ദൈവം മാറ്റി നിർത്തിയിട്ടില്ല. പ്രലോഭിപ്പിക്കുന്നത് ദൈവമല്ല എങ്കിലും പ്രലോഭകനെ പ്രലോഭിപ്പിക്കാൻ ദൈവം അധികാരം, അവകാശം, സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രലോഭകൻ തൻ്റെ പ്രവൃത്തി കൃത്യമായിട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ അവൻ നമ്മെ പ്രലോഭിപ്പിച്ചു കൊണ്ടിരിക്കും. ഓരോ പ്രലോഭനത്തിലും നാം വീണു പോകുമ്പോൾ നമ്മുടെ ആത്മാവിന് ക്ഷതമേൽക്കുന്നുണ്ട്. എന്നാൽ ഒരു പ്രലോഭനത്തെ നാം വിജയിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ ഒരു ഉന്നതമായ കൃപ വർഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രലോഭനങ്ങൾ നല്ലതാണോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും കർത്താവിൻ്റെ കണ്ണുകളിലൂടെ നാം നോക്കിക്കാണുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, വിശുദ്ധ ജീവിതത്തിൽ പ്രലോഭനങ്ങളെല്ലാം തന്നെ നമ്മൾ എത്രമാത്രം ദൈവത്തോട് വിശ്വസ്തരാണ് എന്നുള്ളതിൻ്റെ പരീക്ഷകളും പരീക്ഷണങ്ങളുമാണ്. അല്ലെങ്കിൽ എത്രമാത്രം ആത്മനിയന്ത്രണം നമുക്കുണ്ട് എന്നുള്ളതിൻ്റെ പരിശോധന വിഷയങ്ങളാണ് പ്രലോഭനങ്ങളായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുക. ഇനി ഇന്നത്തെ ആദ്യവായനയും സുവിശേഷവും കൂടി ഒരുമിച്ച് നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ
ഈ പ്രലോഭനങ്ങളുടെ സാഹചര്യങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആദ്യ വായനയിൽ ആദത്തിന് എല്ലാ സാഹചര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉള്ളതിൻ്റെ നടുവിലാണ്, ഏദൻ തോട്ടത്തിൻ്റെ നടുവിലാണ് ആദം. എല്ലാ പഴങ്ങളും പറിച്ച് തിന്നാം, ഒരെണ്ണം ഒഴിച്ച്, ബാക്കി എല്ലാം തിന്നാം. അത്രമാത്രം നമ്മൾ പറയില്ല, ഒരു സമ്പന്നമായ സാഹചര്യങ്ങളുടെ നടുവിലാണ് ആദം നിൽക്കുന്നത്. സുവിശേഷത്തിൽ ഈശോയ്ക്ക് പ്രലോഭനം ഉണ്ടാകുമ്പോൾ നമ്മൾ കാണുകയാണ് ഈശോയുടെ സാഹചര്യം വിശപ്പും ദാഹവും എടുത്ത് വലിയ ഏകാന്തതയുടെ നടുവിലാണ്, മരുഭൂമിയിലാണ് ഈശോ ആയിരിക്കുന്നത്. 40 ദിവസത്തെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നടുവിലാണ് ഈശോ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രലോഭനങ്ങളിൽ ഈശോ വീഴാതിരിക്കുകയും എന്നാൽ ആദം വീഴുകയും ചെയ്യുകയാണ്. നമ്മൾ സാധാരണ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വീണു പോകുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത്? നമ്മൾ സാഹചര്യങ്ങൾ അങ്ങോട്ട് കുറ്റം പറയും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമ്മൾ സേഫ് സോണിലായി. അത് അവരങ്ങനെ ചെയ്തതുകൊണ്ട്, അവരങ്ങനെ പറഞ്ഞതുകൊണ്ട്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ വീണ് പോയത്, ഇടറിപ്പോയത് എന്നൊക്കെ നമ്മൾ പറയും. ഇവിടെ വീഴാനാണെങ്കിൽ ഈശോയ്ക്കാണ് വീഴാനുള്ള സാഹചര്യം കൂടുതൽ. വിശപ്പും ദാഹവും ഒക്കെ ഉണ്ട്, മരുഭൂമി അനുഭവത്തിലാണ്, ഏകാന്തതയുടെ ഒറ്റപ്പെടലിൻ്റെ നടുവിലാണ്, 40 ദിവസത്തെ ഉപവാസം എടുത്തു നിൽക്കുന്ന സമയമാണ് പ്രലോഭകൻ വരുന്നത്, കല്ലുകളെ അപ്പമാക്കാൻ പറയുന്നത്. സ്വാഭാവികമായിട്ട് വീഴാൻ ചാൻസ് കൂടുതൽ യേശുവിനാണ്. എന്നാൽ ആദ്യ വായനയിൽ ആദ്യത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമ്പന്നതയുടെയും എല്ലാം ഭക്ഷിക്കാം, വലിയ സമൃദ്ധിയുടെ നടുവിലാണ് ആദം നിൽക്കുന്നത്. വീഴേണ്ട ഒരു കാര്യമില്ല. എന്നിട്ടും ആദം വീണു. അപ്പോൾ സാഹചര്യങ്ങളല്ല നമ്മുടെ വീഴ്ചകളുടെ കാരണം, മറിച്ച് നമുക്ക് ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ അളവും നമ്മുടെ ആത്മനിയന്ത്രണത്തിലുള്ള പരാജയമാണ് പലപ്പോഴും നമ്മുടെ വീഴ്ചയുടെ കാരണമായിട്ട് കാണേണ്ടത്. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന അതേ സാഹചര്യത്തിൻ്റെ നടുവിൽ, പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ എത്രയോ പേര് ദൈവത്തോട് വിശ്വസ്ത പുലർത്തുന്നു. വലിയ രോഗങ്ങളുടെയും സഹനങ്ങളുടെയും ഞെരുക്കങ്ങളുടെയൊക്കെ നടുവിലും ദൈവത്തോട് വിശ്വസ്തരായി ജീവിക്കുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്. എന്നാൽ നിസ്സാര പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ തന്നെ ദൈവത്തെ ഉപേക്ഷിച്ച് വിശ്വാസം ക്ഷയിച്ച് പ്രാർത്ഥനയിൽ നിന്നൊക്കെ അകന്ന് ദൈവത്തെ പഴിചാരി ജീവിക്കുന്ന എത്രയോ പേരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സാഹചര്യങ്ങളല്ല, അതൊക്കെ നമ്മുടെ വീഴ്ചയെ, ഇടറിപ്പോകുന്ന അനുഭവങ്ങളെ പൊതിഞ്ഞു പിടിക്കാൻ നമ്മളെടുക്കുന്ന സ്വാഭാവികമായ മനുഷ്യ മനസ്സിൻ്റെ തീരുമാനങ്ങളിൽ ഒന്ന് മാത്രമാണ്. മറിച്ച് നമ്മൾ വീണു പോകാനുള്ള കാരണം എന്താണ്? അത് സാഹചര്യങ്ങൾക്കുപരിയായി എൻ്റെ കർത്താവിനോടുള്ള ബന്ധവും വിശ്വസ്തതയും നമ്മുടെ ആത്മനിയന്ത്രണത്തിൻ്റെ പരാജയമാണ്. അപ്പോൾ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഏത് സാഹചര്യത്തിലും ദൈവത്തോട് വിശ്വസ്തരായി ഇരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വീണു പോകാതിരിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇനി നോക്കണം, പിശാച് ഉപയോഗിച്ച തന്ത്രം എന്താണ്? അവൻ ആദ്യ മാതാപിതാക്കളിൽ ഒരു സംശയം ജനിപ്പിച്ചു. എന്താണ് ഒരു സംശയം ജനിപ്പിച്ചേ? നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. അവരുടെ ഒരു ഐഡന്റിറ്റി, ദൈവമക്കളെന്ന ഐഡന്റിറ്റി വചനം തന്നെ തൊട്ടു മുമ്പുള്ള അധ്യായത്തിൽ നമ്മൾ കാണാൻ, തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം അവരെ ജനിപ്പിച്ചത്. അപ്പോൾ ദൈവസ്നേഹത്തിലും നമ്മുടെ തന്നെ ഒരു ഐഡന്റിറ്റിയിലും ഒരു സംശയം ജനിപ്പിക്കുന്നതാണ് പിശാചിന്റെ ആദ്യത്തെ വഞ്ചന. ഇപ്പൊ നിങ്ങൾ ദൈവപുത്രരാണ് ആണെങ്കിൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും, ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒന്നും പറിക്കരുത്. അപ്പോൾ ദൈവം നമ്മോട് കാണിക്കുന്ന വിശ്വസ്തതയും സ്നേഹത്തെയും പിശാച് സംശയം ജനിപ്പിക്കും. അപ്പോൾ നമുക്ക് തന്നെ സംശയവും, കുറച്ചധികം നാൾ പ്രാർത്ഥിച്ച് പള്ളിയിലൊക്കെ പോയി ദൈവത്തെ വിളിച്ച്, എന്നിട്ട് നമുക്ക് വിഷമം, നമുക്ക് വേദന, നമുക്ക് സഹനം. അപ്പോൾ പിശാച് നമ്മുടെ ഉള്ളിലേക്ക് ഒരു സംശയം ഇട്ട് തരും. എന്താ, നീ ഇത്രയും ദൈവത്തെ സ്നേഹിച്ചിട്ട് നോക്കിക്കുക, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്ത് ഉപകാരം ഉണ്ടായി? അപ്പോൾ നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നീ ഇത്രയും ദൈവത്തെ വിളിച്ചിട്ട് നിന്റെ ജീവിതത്തിലേക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങളല്ലേ, നീ എന്തിനാ എന്നെ ദൈവത്തെ വിളിക്കുന്നത്? നീ ഇത്രയും വിശ്വസ്തത കാണിച്ചിട്ട്, ഇത്രയും വിശുദ്ധിയിൽ ജീവിച്ചിട്ട് നിനക്ക് ഇത്രയും സഹനവും പ്രശ്നമല്ലേ, ഇനി നീ എന്തിനാ ദൈവത്തെ വിളിക്കുന്നത്? ഒരു സംശയം നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കും. അത് അന്നും ഇന്നും പിശാച് ഈ തന്ത്രം ഉപയോഗിക്കുന്നുണ്ട്, അതിലവൻ വിജയിക്കുന്നുണ്ട്. അനേകം നാളുകൾ ആത്മീയ ജീവിതത്തിൽ നിന്നവരുടെ ജീവിതത്തിലും അനേകം വർഷങ്ങൾ കർത്താവിനോട് വിശ്വസ്തത പുലർത്തിയിട്ടും ഇന്നലകളിൽ വലിയ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ കർത്താവിനോട് ചേർന്ന് അതിജീവിച്ചിട്ടും ഇന്നിൻ്റെ ചെറിയ പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ നടുവിൽ പിശാച് ജനിപ്പിക്കുന്ന ഈ സംശയത്തിൻ്റെ മീതെ ദൈവത്തെ അവിശ്വസിക്കാനും ദൈവത്തിൽ നിന്ന് അകലാൻ കാരണമാകുന്ന അനേകരുണ്ട്. ഒരു സംശയം ജനിപ്പിക്കുകയും
അതോടൊപ്പം പിശാച് അതിനോടൊപ്പം ചില കള്ളങ്ങൾ നമ്മളോട് സംസാരിക്കുകയും ചെയ്യും, നുണ പറയുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പിശാചിന്റെ നുണയിൽ അങ്ങോട്ട് വിശ്വസിക്കും. ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല, ഇത് പിശാചിന്റെ ഏറ്റവും വലിയ നുണയാണ്. നമ്മളത് അങ്ങോട്ട് വിശ്വസിച്ചാൽ ദൈവത്തിന് എന്നോട് മാത്രം സ്നേഹമില്ല, എന്നെ മാത്രം ദൈവം മനസ്സിലാക്കുന്നില്ല, എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെയായി. ചില സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുകയും അതോടൊപ്പം പിശാച് നുണ പറയുകയും ചെയ്യും. എന്താണ്? നിങ്ങൾ ഇത് കഴിച്ചാൽ, ഈ വിലക്കപ്പെട്ടത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഇതാണ് പറഞ്ഞ ഏറ്റവും വലിയ നുണ, കല്ല് വെച്ച നുണയാണ്. ഈ നുണ അവർ വിശ്വസിച്ചു. ദൈവസ്നേഹത്തെ, ദൈവത്തിന്റെ വചനത്തെ അല്ല, അവര് പിശാചിന്റെ നുണയെ വിശ്വസിക്കുന്നിടത്താണ് പാപം ആരംഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പരാജയങ്ങളുടെയും പാപത്തിന്റെയും കാരണം ദൈവ സ്വരത്തെ അവിശ്വസിച്ചുകൊണ്ട് പിശാചിന്റെ സ്വരത്തെ വിശ്വസിക്കുന്നിടത്താണ്, കീഴ്വഴങ്ങുന്നിടത്താണ് പാപം ആരംഭിക്കുന്നത്. ഇവിടെ പിശാച് ഇങ്ങനെ ചില തന്ത്രങ്ങളൊക്കെ മെനഞ്ഞ് നുണയൊക്കെ പറഞ്ഞ് ഇവരുടെ മുമ്പിലേക്ക് ചില പ്രലോഭനങ്ങൾ ഇട്ടു. എന്തായിരുന്നു ആ പ്രലോഭനങ്ങൾ? 3 പ്രലോഭനങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിലും ആദ്യ വായനയിലും വളരെ കോമൺ ആയിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. ഒന്ന്, യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 യോഹന്നാൻ 2:15 മുതൽ ലോകത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ യോഹന്നാൻ ശ്ലീഹ പറയും, ലോകത്തിലുള്ളതൊന്നും പിതാവിൽ നിന്നുള്ളതല്ല, ലോകത്തെ സ്നേഹിക്കുന്നവന് പിതാവിൻ്റെ സ്നേഹം നിലനിൽക്കില്ല. എന്നിട്ട് പറയും, കണ്ണുകളുടെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇതെല്ലാം ലോകത്തിൻ്റെതാണ്. 3 കാര്യങ്ങളാണ് പറയുന്നത്. ആ 3 വിഷയങ്ങൾ തന്നെയാണ് ഈ 2 വായിലുള്ള പ്രലോഭനങ്ങൾ. ഒന്ന്, ജഡത്തിൻ്റെ ദുരാശ, കല്ലുകളെ അപ്പമാക്കുക. അപ്പം കൊടുത്തു, അത് ഭക്ഷിക്കാൻ പറഞ്ഞു. ആദ്യ മാതാപിതാക്കളെ ആ പഴം പറിച്ചു തിന്നു. ഒരു ജഡത്തിൻ്റെ ദുരാശയാണ് ആദ്യത്തെ പ്രലോഭനം. ഇത് ഈ ശരീരത്തിൽ നാം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്കെല്ലാവർക്കും ഈ ജഡത്തിൻ്റെ പ്രലോഭനങ്ങളുണ്ടാകും. ജഡത്തിൻ്റെ മേലുള്ള ശത്രുവിൻ്റെ പ്രലോഭനങ്ങളുണ്ടാകും. അതിൽ നിന്ന് ആരെയും ദൈവം മാറ്റി നിർത്തിയിട്ടുമില്ല. നമുക്കെല്ലാവർക്കും ഉണ്ട്. അനുദിന ജീവിതത്തിൽ ഈ ജഡത്തിൻ്റെ പ്രലോഭനങ്ങളിലൂടെ, മോഹങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാണ് നമ്മൾ. അപ്പോൾ പിശാച് ആദ്യം ഇട്ട പ്രലോഭനം എന്താ? ജഡത്തിൻ്റെ ഒരു പ്രലോഭനം അല്ല, കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്ക്, ഈ പഴം പറിച്ച് തിന്നാൻ പറഞ്ഞു. വിലക്കപ്പെട്ടത് ഭക്ഷിക്കാനുള്ള ഒരാലോചനയാണ് പിശാച് കൊടുത്തത്. അതവർ ചെയ്യുകയും ചെയ്തു. ഇനി രണ്ടാമത്തെ പ്രലോഭനം എന്താ? കണ്ണുകളുടെ ദുരാശ. വലിയ മുകളിൽ കയറ്റിട്ട് പറഞ്ഞു, നീ എന്നെ കുമ്പിട്ട് ആരാധിക്കുവാണ്, ഇതെല്ലാം നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞു. എല്ലാം ഈ ലോകരാജ്യങ്ങൾ മുഴുവനും നിനക്ക് തന്നേക്കാന്ന് പറഞ്ഞു. കയറ്റിയിട്ട് ഇതെല്ലാം കാണിച്ചു കൊടുത്തു. കണ്ണുകൾക്ക് കൗതുകമേറിയതാണെന്നാണ് പറയുന്നത്, ആസ്വാദ്യകരമായിരുന്നെന്നാണ് ആദ്യവാനിൽ പറയുക. ഇത് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായി പിശാച് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് കണ്ണുകളുടെ ദുരാശ. എത്രയോ പേരാണ് ഈ കണ്ണുകളുടെ ദുരാശകൾക്ക് അടിമപ്പെട്ട് ഈ പ്രലോഭനത്തിന് വിധേയരാകുന്നത്. ഇന്ന് നമ്മുടെ മക്കള്, യുവതലമുറയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന, രാത്രിയുടെ യാമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, സ്വകാര്യ മുറികളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പലതും കണ്ണുകളുടെ പരിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. മ്ലേച്ഛകരമായ, പാപകരമായ, അപരന്റെ നഗ്നത കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളുണ്ട്. ഇത് കണ്ണുകൾക്ക് നൽകുന്ന ഒരു ദുരാശയാണ്. ലോകത്ത് പലതും നമ്മുടെ കണ്ണുകളുടെ മുമ്പിൽ വളരെ ആസ്വാദ്യകരമായി പിശാച് അവതരിപ്പിച്ചിട്ട് ആ ആസ്വാദ്യകരമായവയുടെ പിന്നാലെ നമ്മുടെ ഹൃദയം വ്യതിചലിപ്പിക്കപ്പെടുന്ന അവസ്ഥ. കണ്ണുകൾക്ക് സുന്ദരമായ പലതും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് അതിൻ്റെ പിന്നിലേക്ക് നമ്മുടെ ഹൃദയത്തെ ചായിപ്പിക്കുന്ന ഒരു പിശാചിൻ്റെ പ്രലോഭന ശൈലി അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. മൂന്നാമത്, ജീവിതത്തിൻ്റെ അഹന്ത. നീ ദൈവപുത്രനാണെങ്കിൽ, നമ്മളോടൊക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ നമ്മുടെ ആ ഈഗോയൊക്കെ ഹേർട്ടാവും. നമ്മൾ ഇപ്പം കാണിച്ചു തരാമെന്ന് പറയും, ഇപ്പം കാണിച്ചു തരുന്നത്. ഒരുത്തരോട് ഇതുപോലെ ഈ കൂട്ടുകാരൊക്കെ കൂടി ക്ലബ്ബിൽ കയറി, അപ്പോൾ അവിടെ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് ആരോ പറഞ്ഞു, ഞാൻ ഇത്ര അടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെയൊക്കെ നടക്കും. മറ്റവൻ പറഞ്ഞു, ഞാൻ ഒരു കുപ്പി അടിച്ചാൽ പോലും വീഴാതെ നടക്കും എന്ന് പറഞ്ഞു. അന്ന് നമുക്ക് ഇപ്പോൾ പെറ്റ് വയ്ക്കാമെന്ന് പറഞ്ഞു. ഒരു കുപ്പി ഞാൻ മേടിച്ചിട്ട് ഇപ്പം ഇത് കുടിച്ചിട്ട് നടക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ആണാണെന്ന് പറയാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു കുപ്പി അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുത്ത് വെള്ളം പോലും ഒഴിക്കാതെ ഇവൻ അങ്ങോട്ട് അടിച്ചിട്ട് ചെറിയൊരു പാത്തുണ്ട്, അതിൽ കൂടി നടക്കാൻ പറഞ്ഞു. അവൻ കൂളായിട്ട് നടന്നെന്നാണ് പറഞ്ഞു. വെല്ലുവിളിച്ച് കഴിഞ്ഞപ്പോൾ അവൻ ആണാണെന്ന് കാണിക്കല്ലേ, ആണാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി ചിലരെന്ത് വേണമെങ്കിലും ചെയ്യും അല്ലേ എന്ന് പറയുന്ന പോലെ, നീ ദൈവപുത്രനാണെങ്കിൽ, അഹങ്കാരത്തിൻ്റെ ഒരു സ്വരമാണ്.
ജീവിതത്തിൻ്റെ അഹന്ത. നമ്മൾ പലരും ഇന്ന് വീട് പോകുന്നതിൻ്റെ ഒരു കാരണം ദൈവത്തെ മാറ്റി നിർത്താനുള്ളൊരു പ്രവണതയുണ്ട്, ജീവിതത്തിൻ്റെ ഒരു അഹന്തയുണ്ട്. ഇത് വീഴ്ചയുടെ കാരണമാണ്. വചനം പഠിപ്പിക്കുന്നത് ഏത് വിഷയത്തിൽ നീ അഹങ്കരിക്കുന്നുവോ ആ വിഷയത്തിൽ നാം വീഴുമെന്നാണ്, അടികിട്ടുമെന്നാണ്. അപ്പോൾ 3 പ്രലോഭനങ്ങൾ, യേശുവിനുണ്ടായ പ്രലോഭനം, ആദ്യ മാതാപിതാക്കൾക്കുണ്ടായ പ്രലോഭനം, ലോകത്തിൻ്റെതെന്ന് പറയുന്നത്. ഇത് നമുക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അനുദിന ജീവിതത്തിൽ ഇതിലേതെങ്കിലും ഒരു പ്രലോഭനത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഇനി ഈ പ്രലോഭനത്തിൽ ആദം ദൈവസ്വരത്തെ അവിശ്വസിച്ചുകൊണ്ട് പിശാചിനെ ഏറ്റെടുത്തെങ്കിൽ യേശു ദൈവ വചനം കൊണ്ട് സാത്താനെ പരാജയപ്പെടുത്തി. ഒരു അപ്പത്തിലൂടെ വന്ന പാപം മറ്റൊരപ്പത്തിലൂടെ യേശു എടുത്തു മാറ്റി. ഒരു അപ്പത്തിലൂടെയാണ് മരണം ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചത്, ഒരു പഴത്തിലൂടെ. മറ്റൊരപ്പത്തിലൂടെയാണ് ജീവൻ ഈ ലോകത്തിലേക്ക് വരുന്നത്. ഒരു മരത്തിലൂടെയാണ് പാപം വന്നത്, മറ്റൊരു മരത്തിലൂടെയാണ് ഈ പാപം കർത്താവ് എടുത്തു മാറ്റിയത്. എന്ന് പറഞ്ഞാൽ ആദ്യ ആദം പരാജയപ്പെടുത്തിടത്തെല്ലാം യേശു വിജയം വരിച്ച് കാണിക്കുകയാണ്. ഈ നോമ്പ് കാലത്ത് നമുക്ക് ധ്യാനിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയാണ്. അനുദിന ജീവിതത്തിൽ നാം കടന്നു പോകുന്ന പ്രലോഭനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ നാം കർത്താവിൻ്റെ വചനത്തോട് ചേർന്നിരിക്കേണ്ടതുണ്ട്, ദൈവത്തോട് ചേർന്നിരിക്കേണ്ടതുണ്ട്. ദൈവസ്നേഹത്തെയും നമുക്ക് ദൈവത്തിലുള്ള നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ വിലയെയും സംശയിക്കുന്ന രീതിയിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴും ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്നും ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ് നമുക്ക് വേണ്ടി കാൽവരിയിൽ രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്തതെന്നും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനാണ് ഇന്നത്തെ വായനകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ സന്ദേശ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നതിനെ ഓർത്ത് നമ്മൾ ആശങ്കപ്പെടേണ്ട. പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ ഈശോ പറഞ്ഞതുപോലെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ളൊരു അഭിഷേകം ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകാൻ പ്രാർത്ഥിക്കാം. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ യാചിക്കുകയും ചെയ്യാം. ആമേൻ.